ജന്മാദ്യസേതോന്നയാതിതരതച്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂര്യ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്രത്തിസർഗോമുഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീകൃഷ്ണ കഥാലീലകൾ ഉദ്ധവൻ അനുസ്മരിക്കുകയാണ്. രുക്മിണി സ്വയംവരത്തിന് ശേഷം സത്യ എന്ന സ്ത്രീ നഗ്നജിത്ത് രാജാവിൻ്റെ മകളെ ഭഗവാൻ സ്വീകരിച്ച വിധാണ് പറഞ്ഞത്. അതിശക്തമായിട്ടുള്ള 7 കാളകളെ പിടിച്ച് കെട്ടുക, അത് ചെയ്തവർക്കേ സത്യയെ കൊടുക്കുള്ളൂ എന്ന് രാജാവ് നഗ്നജിത്ത് പന്തയം നിശ്ചയിച്ചിരുന്നു. അത് ഭഗവാൻ അനായാസേന ചെയ്തു. കാമക്രോധ ലോഭാദികളെയാണ് ഇവിടെ കഥയിൽ കൂടെ സൂചിപ്പിച്ചിരിക്കണമെന്ന് ചിലർ പറയണു. മൂക്കയറിടാത്തതായിരുന്നു കാളകൾ, അതിന് മൂക്കയറിട്ട് അതിനെ ബന്ധിച്ചു. എന്നിട്ട് സത്യയെ സ്വീകരിച്ചു. അപ്പോഴാണ് എന്താണ് സ്ത്രീക്ക് സ്ത്രീധനം വേണ്ടത്, സ്ത്രീക്ക് കൊടുക്കുന്നതാണ് സ്ത്രീധനം എന്ന് ചോദിച്ചു ഈ ഭഗവാൻ ചോദിച്ചു രാജാവിനോട്. അപ്പോൾ പറഞ്ഞു, അങ്ങ് മഹാലക്ഷ്മിയുടെ ഭർത്താവാണ്, അങ്ങനത്തെ ഒരാളെ എൻ്റെ മകളുടെ ഭർത്താവായിട്ട് കിട്ടിയാൽ ഇനി അങ്ങയിൽ നിന്ന് ഞാൻ എന്താണ് ചോദിക്കേണ്ടത്? ഭഗവാനെ, എൻ്റെ മഹാഭാഗ്യയിൽ എനിക്കൊന്നും ആവശ്യമില്ല, അവിടുത്തെ അനുഗ്രഹം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് മകളെ വിവാഹം കഴിച്ചു എന്നാണ് പറഞ്ഞത്. അടുത്തത്, പ്രിയം പ്രഭു ഗ്രാമ്യ ഇവ പ്രിയായ വിധിസ്തുരാർച്ചദ്യുതരും യഥാർത്ഥേ വജ്രാദ്രവത്വം സഗണോരുഷാന്ത ക്രീഡാമൃഗോ നൂനമയം വധൂനാം. ഗ്രാമ്യ വിഷയസുഖ ഇച്ഛ ഉള്ളവനും പ്രിയായ പ്രിയയുടെ പ്രിയം ഇഷ്ടത്തെ വിധിത്സു ഇവ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനും ആയ ഒരുവൻ എന്ന പോലെ പ്രഭു സർവേശ്വരനായിട്ടും യഥാർത്ഥേ യാതൊരുത്തിക്ക് വേണ്ടി സത്യഭാമടയ്ക്ക് വേണ്ടി പാരിജാതം കൊണ്ടുവന്ന കഥയാണ് ഇവിടെ പറയണത്. ദ്യുതരു ദേവവൃക്ഷം. ദ്യു എന്ന് പറഞ്ഞാൽ ദേവനുമായിട്ട് ബന്ധപ്പെട്ട വാക്കായത് കൽപ്പവൃക്ഷം. ആർച്ചത് പുഴക്കി. രുഷാന്ത ക്രോധാവിഷ്ടനായ ഇന്ദ്രൻ സംഘത്തോടു കൂടിയവനായിട്ട് ഭഗവാനെ എതിർത്തു. അയം ഇവൻ വധൂനാം സ്ത്രീകളുടെ കളിക്കണ ഒരാളായിട്ടും നിന്നു ഭഗവാൻ. പ്രിയം പ്രഭു ഗ്രാമ്യ ഇവ പ്രിയായ, തൻ്റെ പത്നിക്ക് വേണ്ടി പാരിജാതം കൊണ്ടുവന്നു. അതായത് സത്യഭാമയും ഭഗവാനും കൂടി സ്വർഗ്ഗലോകത്തേക്ക് പോയപ്പോൾ പാരിജാതത്തിൻ്റെ വാസന വന്നു. ഇത്രയും സുഗന്ധമുള്ളൊരു പുഷ്പം ഉണ്ടെങ്കിൽ കൃഷ്ണ, ഇതിൻ്റെ ഒരു ചെടി നമുക്ക് ദ്വാരകയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞ് ഭഗവാൻ ആ ചെടി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഇന്ദ്രൻ എതിർത്തു. കൃഷ്ണ, ഈ ദേവലോകത്തെ വൃക്ഷങ്ങൾ മനുഷ്യലോകത്തിൽ കൊണ്ടുപോകാൻ പാടില്ല, അതിനൊന്നും അർഹതയില്ല, കൃഷ്ണൻ മനുഷ്യനല്ലേ എന്ന് കണ്ടു. ഭഗവാൻ ഒട്ടും കൂസലില്ലാതെ അതൊക്കെ അങ്ങോട്ട് പറിച്ചെടുത്ത് എതിർത്ത ഇന്ദ്രനെ തോൽപ്പിച്ച് കൊണ്ടുവന്നു. വജ്ര ദ്രവത്വം സഗണോരുഷാന്ത. ഇന്ദ്രനോട് എതിർത്ത് ദേഷ്യം വന്ന് ക്രീഡാമൃഗോ നൂനമയം വധൂനാം. വിവാഹം കഴിഞ്ഞാൽ സ്ത്രീകളുടെ ക്രീഡാമൃഗമായിട്ട് ഇടയ്ക്ക് മാറേണ്ടി വരും. ഭഗവാനടക്കം അത് ചെയ്തു എന്ന് പറയുകയാണ്. അവിടെ ഒരു ക്രീഡാമൃഗത്തിനെ പോലെ കഴുത്തിൽ കയറിട്ട കുഞ്ചിരാമ ചാട് എന്ന് പറഞ്ഞാൽ ആ ചാടുന്ന വിധമല്ലേ ഭഗവാനെ സർവശക്തനായിട്ടുള്ള അങ്ങ് ചെയ്തത് എന്നിവിടെ അനുസ്മരിക്കുകയാണ്. പാരിജാതം കൊണ്ടുവന്ന് സ്ഥാപിച്ചതിനെ പറഞ്ഞു. സുതം മൃതേ കം ബഭുഷാ കൃസന്തം ദുഷ്ടാസുനാഭോന്മരിതന്ധരിത്ര്യ ആമന്ത്രിത തത്തനയായ ശേഷം ദത്വാ തദന്തപുരം ആവിവേശ. നരകാസുരവധാണ് ഇവിടെ പറയണത്. വഭുഷ ശരീരത്താൽ മൃതേ, യുദ്ധത്തിൽ ഖം ആകാശത്തെ ഗ്രസന്തം വിഴുങ്ങുന്നവനും സുനാഭോന്മരിത ചക്രത്താൽ ഹനിക്കപ്പെട്ടവനുമായ പുത്രനെ കണ്ടിട്ട് ധരിത്ര്യ ഭൂമിദേവിയാൽ
ആമന്ത്രിത പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട് തത്തനയായ അവൻ്റെ പുത്രനായിക്കൊണ്ട് ശേഷം അവശേഷത്തെ നൽകിയിട്ട് അവൻ്റെ അന്തഃപുരത്തെ പ്രവേശിച്ചു. ശരിക്കും പറയാച്ചാൽ പാരിജാതത്തിൻ്റെ മുമ്പേണ് കേട്ടോ കഥ വരുന്നത്. ഇവിടെ അതിന് ശേഷം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെ മാറിയതാവാം. ഈ നരകാസുരൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ദേവേന്ദ്രൻ്റെ അമ്മയുടെ കുണ്ടലം മോഷ്ടിച്ചു. കുണ്ടലം എങ്ങനെയൊക്കെയോ മോഷ്ടിച്ചു. ചെവിയിൽ നിന്ന് ഊരിയിട്ടാണോ എവിടെയെങ്കിലും വെച്ചപ്പോൾ മോഷ്ടിച്ചിട്ടാണോ ഒന്നും പറഞ്ഞിട്ടില്ല കഥയിൽ. ഇന്ദ്രൻ വന്നിട്ട് നരകാസുരനോട് ചോദിച്ചു, അല്ല ഭഗവാനോട് പറഞ്ഞു, ഭഗവാൻ ഇവൻ്റെ അക്രമം സഹിക്കവയ്യാണ്ടായി, ദേവലോകത്ത് ഇന്ദ്രനായിട്ടുള്ള എൻ്റെ അമ്മയുടെ കുണ്ടലം മോഷ്ടിക്കാനും കൂടി ഇവൻ ധൈര്യപ്പെട്ടിരിക്കണു. ഞാൻ ശരിയാക്കാം. ഭഗവാൻ സൈന്യസമേതം വന്ന് നരകാസുരനെ വധിച്ചു. വധിക്കാൻ പുറപ്പെട്ടതായിട്ട് സമയത്ത് അമ്മ ഭൂമി ദേവിയാണ് നരകാസുരൻ്റെ അമ്മ. ഭൂമി ദേവി വന്നിട്ട് ഭഗവാനോട് സ്തുതിക്കണ ഒരു സ്തുതിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ മകനാണെങ്കിലും അവിടെയാണ് ഭാഗവതത്തിൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയുക. ഇവൻ ചെയ്തത് തെറ്റാണ് ഭഗവാനെ, അതുകൊണ്ട് ഇവനെ ശിക്ഷിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് ഭൂമി ചെയ്യണത്. അപ്പം അമ്മയായാലും അച്ഛനായാലും പുത്രൻ ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റായിട്ട് കാണാനും പറയാനുമുള്ള ആർജവം ഉണ്ടാവണം. ധൃതരാഷ്ട്രക്ക് അത് ഉണ്ടായില്ല. അതുകൊണ്ട് കുരുവംശം മുഴുവൻ മുടിഞ്ഞു. ഇവിടെ ഭൂമിക്ക് ആ തെറ്റ് പറ്റിയില്ല, ഭൂമി തെരിയാണെന്ന് പറയുക ഇത്. നമസ്തേ ദേവദേവേശ ശംഖചക്രഗദാധര എന്നൊക്കെ പറഞ്ഞ ഒരു സ്തുതിയാണ് ഭാഗവതത്തിൽ. അവിടെ ഈ പ്രവൃത്തിയെ ഞാനൊരിക്കലും തെറ്റാണെന്ന് കാണില്ല. കാരണം മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ചെയ്തതൊക്കെ അവധർമ്മമാണ്. അങ്ങനെ ഭൂമി ദേവിയെ കൊണ്ട് സ്തുതിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഇന്ദ്രനെ സഹായിക്കാനാണ് നരകാസുരനെ വധിച്ചത് അല്ലേ. ആ ഇന്ദ്രൻ്റെ അവിടെ തോട്ടത്തിൽ പാരിജാതം ചെടിക്ക് പോയപ്പോഴേക്കും ഇന്ദ്രൻ ദേവനായി കണ്ടു. ഈ സ്വാർത്ഥത, തൻ്റെ കാര്യം നടക്കാൻ കൃഷ്ണൻ വേണം, എന്നാൽ ഒരു ചെടി കൃഷ്ണൻ കൊണ്ടേക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എന്താ കുഴപ്പം? അപ്പോഴേക്ക് താൻ ദേവനായി, കൃഷ്ണൻ മനുഷ്യനുമായി. നമ്മളൊക്കെ ഇതിനേക്കാളും ഭേദമാണ്. ഈ ദേവന്മാർ എപ്പോഴും സ്വാർത്ഥികളാണ്, വിശ്വസിച്ചുകൂടാന്ന് അവിടെ ഒരു വാക്ക് പറയേണ്ട ആ കഥ പറയുമ്പോഴേ. നമ്മളൊക്കെ ഇതിലും ഭേദമല്ലേ പരീക്ഷിത്തെ? ഒരു ഉപകാരം ചെയ്താലെങ്കിലും ഒരു താങ്ക്സൊക്കെ പറയാനുള്ള മനസ്സ് നമുക്കുണ്ടാവും. ഇന്ദ്രൻ നോക്കൂ, ദേവന്മാരുടെ അധിപനായതുകൊണ്ട് അഹങ്കാരം കൊണ്ട് പാരിജാതം പറിക്കാൻ വന്നപ്പോൾ കൃഷ്ണനെ അരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു. അതാണ് അതിന് ശേഷമാണ് ആ കഥ വരണത് എന്ന് പറഞ്ഞത്. പോട്ടെ, അതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നേ ഉള്ളൂ. ചിലപ്പോൾ ഈ എഡിഷൻ വരുമ്പോൾ പ്രിൻ്റ് മാറി വന്നതും ആവാം ഇതിലൊക്കെ. അപ്പോൾ കുറച്ച് മുമ്പ് കൃഷ്ണൻ്റെ സഹായം തേടി, അത് കഴിഞ്ഞപ്പോഴോ കൃഷ്ണൻ മനുഷ്യനുമായി. ഇങ്ങനെ നമ്മളാവരുത്. ഉപകാരം ചെയ്തവർ ആരാണ് എന്നും കൂടി മനസ്സിലാക്കണം. അവരെ നമ്മൾ തടയാതിരിക്കാനുള്ള സന്മനസ്സ് കാണിക്കണ്ടേ. തത്രാകൃതാസ്ത നരദേവകന്യാ കുജേന ദൃഷ്ട്വാ കരിമാർത്തബന്ധും ഉത്തായ സദ്യോജഗൃഹപ്രകടീടാനുരാഗപ്രകിതാവലോകൈ. കുജേന ഭൂപുത്രനാൽ, ഭൂപുത്രൻ നരകാസുരൻ, ആഹൃതാഹ അപഹരിക്കപ്പെട്ട നരദേവകന്യ. ഇവിടെ 16,100 സ്ത്രീകളെ എന്നാണ് പറഞ്ഞത്, 16,000 അല്ല കേട്ടോ. വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നത് 16,100 എന്നാണ്. വലിയ വിഷയമൊന്നുമല്ല. കുറേ സ്ത്രീകളെ നിർത്താൻ 16,100 ആണോ 16,000 ആണോ തർക്കിച്ച് സമയവും എനർജിയും കളയണ്ട. വ്യാഖ്യാതാവ് അങ്ങനെ പറഞ്ഞു, എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അദ്ദേഹത്തിന്, അല്ലാത്ത ആളല്ല അദ്ദേഹം. അതുകൊണ്ടാണ് 16,100 സ്ത്രീകളെ ആർത്തബന്ധു, ദുഃഖിതന്മാരുടെ ബന്ധുവായ ഹരിയെ, തത്ര അവിടെ ദൃഷ്ട്വാ കണ്ടിട്ട്, സദ്യ പെട്ടെന്ന്, ഉത്തായ എഴുന്നേറ്റിട്ട്, പ്രകർഷം സന്തോഷം, വ്രീഡ ലജ്ജ, അനുരാഗം കാംക്ഷ, പ്രഹിതം പ്രേരിപ്പിക്കപ്പെട്ട, അവലോകൈ നോട്ടങ്ങളാൽ സ്വീകരിച്ചു. ഭഗവാൻ രുക്മിണിയാണ് ആദ്യം സ്വീകരിച്ചത്. രുക്മിണി സാത്വികയാണെന്നാണ്. അപ്പം ജീവിക്കാൻ സാത്വികം മാത്രം മതിയോ? പോരാ, അങ്ങനെ ആയിട്ട് ആർക്കും ജീവിക്കാൻ പറ്റില്ല. അപ്പോഴാണ് താമസം സത്യഭാമ. ചിലപ്പോൾ മനുഷ്യന് ഉറങ്ങേണ്ടിയും വരും. അതാണ് ജാമ്പവതി. ഒക്കെ എത്ര താത്വികമായിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ജീവൻ സ്ത്രീഗുണങ്ങളിൽ കൂടിയിട്ട് പ്രപഞ്ചത്തിൽ വരുന്നു.
സാത്വികം രാജസം ഇത് 3 ആവശ്യമാണ്. സന്ദർഭത്തിനനുസരിച്ചേ പാടുന്നേ ഉള്ളൂ. അത് പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയിട്ട് പിന്നെ വളരുന്നു. അതാണ് 5 പത്നിമാർ വേറെ. സത്യ, ഭദ്ര, ലക്ഷ്മണ, ലക്ഷ്മണ മുതലായിട്ടുള്ളവരൊക്കെ. സത്യ, ഭദ്ര, ലക്ഷ്മണ, മിത്രവിന്ദ, കാളിന്തി, ഈ 5 പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രതീകം അത്. അപ്പോൾ ഗുണങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ വളർന്ന് പിന്നെ 16,100 ജീവൻ പ്രപഞ്ചത്തിലേക്ക് വ്യവഹരിക്കണു. പത്രതാത്വിക. അത് കാരണം കണ്ണുകൊണ്ട് ഒന്നും മാത്രമല്ല കാണുന്നത്, എത്രയോ കാഴ്ചകളാണ് കാണുന്നത്. ചെവി കൊണ്ടൊന്നും മാത്രമല്ല കേൾക്കുന്നത്, എത്രയോ കേൾക്കുന്നത്. നാവുകൊണ്ട് ഒരു രസമല്ല അറിയണത്, എത്രയോ രസങ്ങളാണ്. അങ്ങനെ ജീവൻ 16,100 എന്ന തത്വമാണ് 16,100 സ്ത്രീകളെ സ്വീകരിച്ചത്. ഈ ബാഹ്യമായിട്ട് പറയുമ്പോൾ ഈ 16,100 സ്ത്രീകളെ നരകാസുരൻ കൊണ്ടുപോയതുകൊണ്ട് അവരെ വേറൊരാൾ സ്വീകരിക്കില്ല. ഇന്നൊരു ഡൈവേഴ്സ്, നാളെ വേറൊരു ഭാര്യ, ഇന്നത്തെ നിയമമാണ്, പണ്ടങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ ഒരാളെ സ്വീകരിച്ചാൽ, ഒരു സ്ത്രീയെ സ്വീകരിച്ചാൽ ആ സ്ത്രീയെ വേറൊരാൾ പിന്നെ സ്വീകരിക്കില്ല. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? അവർക്കെല്ലാം അഭയം കൊടുത്തു. ഒരു വലിയ സോഷ്യൽ സർവീസാണ് ഭഗവാൻ അവിടെ ചെയ്തത്. ആ സ്ത്രീകൾക്കൊക്കെ നാഥനായിട്ട് നിന്നു. നോട്ടം കൊണ്ട് അവരെ സ്വീകരിച്ചു. തത്രാഹൃതാസ്ത നരദേവകന്യ കുജേന ദൃഷ്ട്വാകരിമാർത്തബന്ധം. ഭൂപുത്രനാൽ അപഹരിക്കപ്പെട്ട, ഭൂപുത്രൻ നരകാസുരൻ അപഹരിച്ച് കൊണ്ടുവന്ന സ്ത്രീകളാണവർ. എത്രയാ? 16,100. അസംഖ്യം എന്നെടുത്താൽ മതി. അവരെ ദ്രോഹിച്ചു. അവർക്കാർക്കും ഇഷ്ടമല്ലല്ലോ, നരകാസുരനെ ആർക്കും ഇഷ്ടമല്ല. എന്നിട്ടും അവരെ ദ്രോഹിച്ചതുകൊണ്ട് കുജേന ദൃഷ്ട്വാകരിമാർത്തബന്ധം. കുജേന ദൃഷ്ട്വ, ഹരിയെ അവിടെ കണ്ടിട്ട്, ആഹൃത, അവരെ മുഴുവനെ സ്വീകരിച്ചു. കുജേന മീൻസ് നരകാസുരനാൽ അപഹരിക്കപ്പെട്ടു. അവരെ മുഴുവനും ഭഗവാൻ സ്വീകരിച്ചു. ഇപ്പോൾ രുക്മിണി സ്വയംവരമായി, 16,108 സ്ത്രീകളുടെ വിവാഹമായി, സത്യയുടെ വിവാഹമായി. ഇനി ബാക്കി 6 അവിടെ പറഞ്ഞിട്ടില്ല. ആസാം മുഹൂർത്ത ഏകത്മിന്നാനാകാരേഷു യോഷിതാം സവിധം ജഗൃഹേ പാണീൻ അനുരൂപസ്വമായയാ. നാനാകാരേഷു, അനേകം ഭവനങ്ങളിൽ വസിക്കുന്ന ഈ 16,108 അന്തഃപുരത്തിൽ ഇവരെ വസിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയണം. ആസാം യോഷിതാം, ഈ സ്ത്രീകളുടെ സവിധം, സമീപത്തിൽ ചെന്ന്, സ്വമായയ, തൻ്റെ മായയാൽ, അനുരൂപനായിട്ട്, പാണീൻ, കൈകളെ, ഏകസ്മിൻ മുഹൂർത്തത്തിൽ ജിഗ്രഹിച്ചു. അവിടുന്ന് പിടിച്ചുവിടുന്നതേ ഉള്ളൂ. ഇവിടെയോ 16,108 അന്തഃപുരത്തിൽ അവരെ താമസിപ്പിച്ച് പാണിഗ്രഹണം നടത്തി പത്നിമാരാക്കുകയും ചെയ്തു. വെറുതെ കുറേ സ്ത്രീകളെ ലീവ് ടുഗദർ അല്ല, അവരെ പത്നിമാരായിട്ട് സ്വീകരിക്കുക തന്നെ ചെയ്തിരിക്കണു. ഇനി ആക്ഷേപം വേണ്ട. ഈ 16,100 സ്ത്രീകളെ പാണിഗ്രഹണം ചെയ്തു. അവരെ വേറെ വേറെ അന്തഃപുരത്തിൽ താമസിപ്പിച്ച് അതാത് സ്ഥലത്ത് ചെന്ന് ഭഗവാൻ പാണിഗ്രഹണം ചെയ്ത് അവർക്കെല്ലാം രക്ഷാമാർഗത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. താസ്വപത്യാന്യജനയത്താത്മതുല്യാനി സർവദാ ഏകേകസ്യാം ദശ പ്രകൃതേർ വിബുഭൂഷയാ. അവരിലെല്ലാം 10 പുത്രന്മാരെ ഉണ്ടാക്കി ജനിപ്പിച്ചു. പത്യാനി അജനയൻ, അപത്യം പുത്രന്മാർ. എല്ലാവരിലും 10 പുത്രന്മാർ. എങ്ങനത്തെ പുത്രന്മാർ? തനിക്ക് തുല്യമായ പ്രഭാവമുള്ളവർ. പ്രദ്യുമ്നൻ അല്ലേ? ആ പ്രദ്യുമ്നൻ്റെ പുത്രനാണ് അനിരുദ്ധൻ. സാമ്പൻ ഭഗവാന്റെ പുത്രൻ. ഏതേത് പുത്രന്മാർ, ഏതേത് വലിപ്പം, എത്രത്തോളം ഉണ്ട് മഹാത്മ്യം എന്ന് പറയാൻ പറ്റില്ല എന്നാണ്. ഭഗവാന്റെ പുത്രന്മാരല്ലേ, ചില്ലറക്കാരല്ല. അപ്പോൾ തൻ്റെ അതേ മഹാത്മ്യത്തോടു കൂടിയ 10 പുത്രന്മാരെ ജനിപ്പിച്ചു. സർവദാ ഏകേകസ്യാം ദശ 10 പുത്രന്മാരെ പ്രകൃതേർ വിഭൂഷയാ. മായയാണല്ലോ. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൽ അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങളെല്ലാം മായാപ്രഭാവത്താൽ അതിനടിമപ്പെടാതെയാണെന്ന് മാത്രം ഭഗവാൻ ചെയ്തു.
കാലമാഗതസാൽവാദീൻ അനീകൈരുന്ധതപുരം അജീഘന സ്വയം ദിവ്യം സ്വപുംസാം തേജാദിശൽ അനീകൈ സൈന്യങ്ങളോടുകൂടെ പുരം രാജധാനിയെ രുന്ധത രോധിക്കുന്നവരെ ശത്രുക്കളെ ഭഗവാൻ ജയിച്ചു. ശത്രുവിനെ നേരിടുമ്പോൾ താൻ ദയില്ലാത്തവൻ തന്നെയാണ്. സ്വപുംസാം സ്വഭക്തന്മാർക്ക് ദിവ്യം സ്വയം തേജ തൻ്റെ ശക്തിയെ ദിശർ നൽകുന്നവരായിട്ട് അജീകനൻ ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ ഇല്ലാണ്ടാക്കാനുമാണ് ഭഗവാന്റെ അവതാരം. യവനന്മാർ മുതലായിരിക്കുന്ന ഒരുപാട് ശത്രുക്കളെ ഭഗവാൻ ഇല്ലായ്മ ചെയ്തു. സാൽവൻ, ജരാസന്ധൻ, യവനാദികൾ, ഇവൻ ഗ്രീക്കിൽ നിന്ന് വന്നവരത്രേ യവനാദികൾ എന്നൊക്കെയാണ് പറയണം. ചരിത്രം നോക്കുമ്പോഴേ കാലമാഗത സാൽവാധീൻ അനീകൈ ധാരാളം സൈന്യങ്ങൾ, അനീകൈ രുന്ധതപുരം അവരൊക്കെ ഭഗവാനെ ആക്രമിച്ചു. ഇത്ര ശത്രുക്കളുടെ ശല്യം എപ്പോഴും ഉണ്ടാവും രാജാക്കന്മാരായാലേ. അജീകനർ സ്വയം ദിവ്യ അവരെല്ലാം നേരിട്ടു. സ്വപുംസാം തേജാദിശൽ ഞാൻ ആരെയൊക്കെ ജയിച്ചതെന്നാണെങ്കിൽ ശംബരം ദിവിദംബാണം ദുരം ബല്ലലമേ വച്ച അർത്ഥം പറയേണ്ട ആവശ്യമില്ല. ശംബരാസുരൻ, ദിവിതൻ, ബാണാസുരൻ, ബല്വലൻ എന്ന് പറഞ്ഞിട്ടുള്ളവനെ എല്ലാം വധിച്ചു. അന്യാം ച ദന്തവക്ത്രാദീൻ ദന്തവക്ത്രനെ വധിച്ചു. ശിശുപാലൻ്റെ സഹോദരനാണ് ദന്തവക്തൻ. അവധീൻ കാംശകാതയത് അവരെയും ഹനിച്ചു. അതതേ ഭ്രാതൃപുത്രാണാം പക്ഷയോ പതിതാൻ നൃപാൻ ചചാല ച ഭൂകുരുക്ഷേത്രം ചചാല ഭൂകുരുക്ഷേത്രം യോഷാമാപതതാം ബലി. തേ അങ്ങയുടെ ഭ്രാതൃപുത്രാണ്. വിതുരനോടാണ് കേട്ടോ പറയുന്നത്. ഇവിടെ അങ്ങ എന്ന് പറഞ്ഞാൽ വിതുരനാണ്. ബുദ്ധൻ വിതുരനോടാണ് പറയണത്. ഭ്രാതൃപുത്രാണ് ജ്യേഷ്ഠന്മാരുടെ പുത്രന്മാരെ കൗരവന്മാരെ പക്ഷയോ യുദ്ധം ചെയ്തപ്പോൾ ഭാഗങ്ങളിൽ പതിതാൻ ചേർന്ന രാജാക്കന്മാരെ നൃപാൻ രാജാക്കന്മാരെ കാതയത്ത് വധിപ്പിച്ചു. കൗരവന്മാരെ ഭാരതയുദ്ധത്തിൽ വധിപ്പിച്ചു. അധർമ്മം അവരുടെ ഭാഗത്തായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഭഗവാന് പക്ഷഭേദമൊന്നും ഉണ്ടായിട്ടല്ല. കുരുക്ഷേത്രത്തിൽ ആപതതാം വന്നു ചേരുന്ന യാതൊരുത്തരുടെ ബലൈ സൈന്യങ്ങളാൽ ഭൂമി ചലിച്ചു. യുദ്ധം ചെയ്യുവാൻ ഒരുങ്ങി കുരുക്ഷേത്രമാകുന്ന യുദ്ധഭൂമിയിൽ വന്ന കൗരവ സൈന്യം ശരിക്ക് ഗംഭീരമാണ്. അക്ഷൗഹിണി സൈന്യങ്ങളുണ്ട്. എത്ര അക്ഷൗഹിണി സൈന്യം നിശ്ചയില്ല. ഒരു അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ തന്നെ എത്രയോ ആന, അത് കണക്ക് എവിടേക്കോ പറയുന്നുണ്ട്. എത്രയോ കുതിര, എത്രയോ കാലാൾ, ഇതൊക്കെ തേര്, ഇതൊക്കെ കൂടി ഇത് അനവധി ആയിരക്കണക്കിന് സൈന്യം ഉണ്ടായിരുന്നു കൗരവർക്ക്. പാണ്ഡവന്മാർ 5 ആളേ ഉള്ളൂ. വലിയ സൈന്യമൊന്നും അവരുടെ ഭാഗത്ത് ഇല്ലാനും. പക്ഷേ അവരെ ഇങ്ങനെ ജയിച്ചു. ഭഗവാൻ ഉണ്ടാവുകൊണ്ട്. അപ്പോൾ ഭഗവാൻ ഉണ്ടെങ്കിൽ ഏത് ശത്രുക്കളെയും ജയിക്കാനായിട്ട് സാധിക്കും. ഈ ഭൂമിയെ മുഴുവനും വിറപ്പിച്ചിരുന്നു കൗരവ സൈന്യം. എന്നിട്ട് എന്തേ കാര്യം ഉണ്ടായി? ഭഗവാൻ തൻ്റെ ശക്തി കൊണ്ട് പാണ്ഡവന്മാരെ സഹായിച്ച് അവരെ എതിർത്തു. ചചാലഭൂ എന്ന് പറഞ്ഞാൽ ഭൂമിയെ വിറപ്പിച്ചിരുന്നു കൗരവ സൈന്യം. യേഷാമാപതതാം ബലൈ തൻ്റെ ബലം കൊണ്ട് ഭഗവാൻ ഓരോ സൈന്യത്തെ, അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തു. കൃഷ്ണലീലകളുടെ ചുരുക്കം കാര്യങ്ങളാണ് ഉദ്ധവൻ ഇവിടെ വർണ്ണിക്കുന്നത്. സകർണ ദുശാസന സൗബലാനാം കുമന്ത്രപാകേന ഹതശ്രിയായുഷം സുയോധനം സാനുചരം ശയാനം ഭഗ്നോരു നൃവ്യാന്നനന്ദപശ്യൻ. ഇവിടെ സകർണ ദുശാസന സൗബലാനാം കർണസഹിതനായിരിക്കുന്ന ദുശാസന സൗബലന്മാരുടെ അവരുടെയൊക്കെ കുമന്ത്രപാകേന ദുരാലോചനയുടെ ബലത്താൽ. ശകുനി വളരെ ദുരാലോചന ചെയ്യണ ഒരു ആളായിരുന്നു എന്നാണ്. കുതന്ത്രങ്ങളുടെ ഒരു ആശാനാണ് ശകുനി. ഇതൊക്കെ ഉണ്ടായിട്ടും ഭഗവാന്റെ മുമ്പിൽ വിലപ്പോയില്ല. ഹതശ്രീ ആയുഷം ആയുസ്സും ശ്രീയും ഹനിക്കപ്പെട്ടതുകൊണ്ട് അവരുടെ കുതന്ത്രങ്ങളൊന്നും തന്നെ ബലിച്ചില്ല. ഈ ശ്രീ പോയാൽ പിന്നെ നമ്മുടെ ബുദ്ധി കൊണ്ട് കാര്യമുണ്ടോ? എങ്ങനെ ശ്രീ പോവുക? ശ്രീ എങ്ങനെ വരിക, എങ്ങനെ പോവുക? നമ്മുടെ പ്രവൃത്തി ആണ് ശ്രീ ഉണ്ടാക്കുന്നത്. ശ്രീ ആയാലും പ്രവൃത്തി മൂലം ശ്രീ, ശ്രീ മൂലം പ്രവൃത്തി എന്നുണ്ട്. ശരിക്ക് ഭഗവാൻ നമുക്ക് കനിഞ്ഞ അരുളൊന്നുമല്ല ഈ ശ്രീ എന്നാണ്.
കുറേയൊക്കെ നൽകണമുണ്ടാവാം, പക്ഷേ കൂടുതലും നമ്മുടെ പ്രവൃത്തിയാണ് നമുക്ക് ശ്രീ ഉണ്ടാക്കി തീർക്കുന്നത്. ശ്രീ മൂലം പ്രവൃത്തി എന്നും പ്രവൃത്തി മൂലം ശ്രീ എന്നും പണ്ട് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ കൗരവന്മാരുടെ ശ്രീ എന്തുകൊണ്ടാണ് ഇല്ലാതായത്? അവരുടെ കുതന്ത്രം, അധർമ്മം. പാഞ്ചാലിയുടെ വസ്ത്രം അഴിച്ച് അപമാനിച്ചു, ആ സ്ത്രീയുടെ കണ്ണുനീര് അവിടെ വീണു. പിന്നെ എങ്ങനെയാണ് നേരെയാവുക? അപ്പോൾ അധർമ്മം പ്രവർത്തിച്ചത് കൊണ്ട് നഷ്ടപ്പെട്ട ശ്രീയോടുകൂടിയ, ശ്രീ പോയാൽ ആയുസ്സും കുറയും. തൻ്റെ പ്രവൃത്തിയാണ് നന്നാക്കേണ്ടത്. മനസ്സും പ്രവൃത്തി നന്നായാൽ അവിടെ ശ്രീ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഉർവ്യാം, ഭൂമിയിൽ ശയാനം, ശയിക്കുന്നവനും സാനുചരം, അനുചരന്മാരോട് കൂടിയവനും ആയ സുയോധനം, സുയോധനനെ നോക്കുന്നവനായിട്ട് സന്തോഷിച്ചില്ല. അടിയേറ്റ് തുടമുറിഞ്ഞ് ദുര്യോധനൻ ഭൂമിയിൽ കിടക്കുകയാണ്. പക്ഷെ ഭഗവാൻ അഭിനന്ദിച്ചൊന്നുമില്ല. എന്താ കാരണം? ഭൂമിയുടെ ഭാരം തീരാൻ പോണില്ല. ദുര്യോധനൻ മരിച്ചതുകൊണ്ട് ഭൂമിയുടെ ഭാരം തീർന്നു. ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിച്ചത് എന്നൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. ദേവി ഭാഗവതത്തിൽ ജനമേജയൻ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഭൂമിയുടെ ഭാരം തീർന്നുവോ? ഭഗവാന് ധർമ്മം സ്ഥാപിക്കാൻ കഴിഞ്ഞുവോ? വ്യാസനോട് ചോദ്യം ചോദിക്കണം. അതിൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഭൂമി ഇങ്ങനെ ഉണ്ടാവുമോ? എന്നാലിപ്പോൾ ഭൂമി ഇങ്ങനെ ഉണ്ടാവുമോ? ശാശ്വതമായിട്ട് ധർമ്മം സ്ഥാപിക്കാൻ ഭഗവാന് സാധിച്ചിട്ടില്ല. അതാർക്കും കഴിയില്ല. ആ സമയത്ത് തൻ്റെ കാലഘട്ടത്തിൽ മാത്രമേ ഭഗവാൻ ധർമ്മം സ്ഥാപിച്ചിട്ടുള്ളൂ. വെറും താൽക്കാലികമാണത്. ഭൂമിയിലുള്ളതൊക്കെ താൽക്കാലിക, ഒന്നും സ്ഥിരമല്ല. ഇതൊക്കെ പരിഹരിച്ചൊക്കെ ശരിയാക്കി ശത്രുക്കളെയൊക്കെ കൊന്നു, ഇനി ഒന്നും ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് തൽക്കാലം ആശ്വാസമായി, അത്രയേ ഉള്ളൂ. അതാണ് എന്ത്? ഭഗവാൻ അഭിനന്ദിച്ചില്ല. ദുര്യോധനൻ്റെ മരണത്തോട് കൂടിയിട്ട് അധർമ്മം അവസാനിച്ചിട്ടില്ല. കുറേ അഭിനവ ദുര്യോധനന്മാരും ദുഷ്ടന്മാരും അസുരന്മാരും പല്ലിയെ ലോകത്തിൽ നോക്കിയാൽ കാണാം. ഇന്ത്യയിൽ ഭാരതത്തിൽ നോക്കിയാൽ തന്നെ കാണാം. സകർണ ദുശ്ശാസന സൗബലാനാം കുമന്ത്രപാകേന ഹതശ്രീയായുഷാം. ശ്രീയും ആയുസ്സും നഷ്ടപ്പെട്ട ദുഷ്ടന്മാരെ, ദുര്യോധനാദികളെ വധിച്ചു ഭഗവാൻ. സുയോധനം തന്നെയാണ് ദുര്യോധനൻ. സുയോധനം സാനുചരം ശയാനം, മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്, മരിച്ചിട്ടില്ല. മരണത്തെ ഇങ്ങനെ സ്വീകരിക്കാൻ തയ്യാറായി കിടക്കുന്ന ദുര്യോധനനെ കണ്ടിട്ടും ഭഗവാൻ സന്തോഷിച്ചില്ല. ഇനി അധർമ്മം വരാനുണ്ട്. അപ്പം ഏത് അവതാരം ഉണ്ടാവും അറിയില്ല. ഭഗ്നോരു മുറിയാം, തോട്ട പൊളിഞ്ഞിട്ട് കിടക്കുകയാണ് ദുര്യോധനൻ. നനന്ദ പശ്യൻ, അത്രയും അങ്ങോട്ട് സന്തോഷിച്ചില്ല ഭഗവാൻ. കാരണം എന്താണ്? ഇനിയും ഇവിടെ അധർമ്മം ഉണ്ടാവും, ആ അധർമ്മത്തെ ഒതുക്കാൻ താൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഭഗവാൻ ദുഃഖിച്ചതെന്നാണ്. സന്തോഷിക്കാൻ ദുഃഖിച്ചൊന്നുമില്ല. ഇനിയുടെ അധർമ്മം ഉണ്ടാവാൻ പോകുന്നുണ്ട്, എത്ര ഉണ്ടാവാൻ പോണു, അതിനെ എതിർക്കാൻ ഇവിടെ ആരാ ഉണ്ടാവുക എന്ന് ഓർത്തിട്ടാവാം ഭഗവാൻ കൗരവ പതനത്തിൽ സന്തോഷിച്ചില്ല എന്ന് പറയണത്. കിയാൻ ഭുവോയൻ ക്ഷപിതോരുഭാരോ യദ്രോണ ഭീഷ്മാർജുന ഭീമമൂലൈ അഷ്ടാദശാക്ഷോഹിണികോ മദംശേ ആസ്തേ ബലം ദുർവിഷഹം യദൂനാം. ദ്രോണ ഭീഷ്മാർജുന ഭീമമൂലൈ, അർത്ഥം പറയേണ്ട ആവശ്യമില്ല. ദ്രോണർ, ഭീഷ്മർ, അർജുനൻ, ഭീമൻ ഇവരാകുന്ന കാരണത്തോടു കൂടിയ ഭൂമിയുടെ യത് ഒരു ഭാരം, മഹത്തായ ഭാരം, വലിയ ഭാരം, കിയാൻ എത്രമാത്രം ക്ഷപിത നശിപ്പിക്കപ്പെട്ടു. ഭൂമിയുടെ ഭാരം വലിയ ശതമാനം നശിപ്പിക്കപ്പെട്ടു ഇല്ലേ? ജരാസന്ധാദികളെ വധിച്ചു, കൗരവരെ വധിച്ചു. മദംശൈ ഉദ്ധവൻ പറയാണ് എൻ്റെ അംശത്തോടു കൂടിയ, അവിടെ മദംശം പറയണ ആൾ ഉദ്ധവൻ എൻ്റെ അംശത്തോടു കൂടിയ യദുക്കൾ, ഉദ്ധവൻ യദുവംശവനാണല്ലോ. ആ യദുക്കളുടെ അസഖ്യമായ സൈന്യം ബാക്കിയായി. ഭഗവാന്റെ ചിന്തയാണത്. ഈ യദുവംശം ചില്ലറ വംശമല്ല. 16,100 അന്തപുരം, അതിലൊക്കെ 10 മക്കൾ, ഭഗവാന്റെ മക്കളല്ലാത്ത യദുക്കൾ ആരൊക്കെ ഉണ്ട് അവിടെ? ഈ വംശം ഭൂമിക്ക് ഒരു ഭാരമാവാൻ പാടില്ല.
അതിനെയും കൂടി ഉപസംഹരിക്കണം. അതാണ് പ്രപഞ്ചത്തിലത്തെ യാതൊന്നും സ്ഥിരമല്ല. ഭഗവാന്റെ ദ്വാരകയടക്കം സമുദ്രത്തിൽ മുങ്ങി നശിച്ചു. ഭഗവാൻ തൻ്റെ സ്വസ്ഥാനത്തേക്ക് പോയി. 16,200 പത്നിമാരെ അർജുനൻ രക്ഷിക്കാൻ ശ്രമിച്ചു, സാധിച്ചില്ല. അവരെ തസ്കരന്മാരും സാമൂഹ്യദ്രോഹികളും പിടിച്ചുകൊണ്ടുപോയി എന്ന കഥ. ആലോചിച്ച് നോക്കണം, ഏത് കാലത്ത് ഭഗവാന്റെ പത്നിമാർക്കും കൂടി രക്ഷയില്ലെങ്കിൽ പിന്നെയാണോ സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സുരക്ഷ ഇതിനെപ്പറ്റി പറയണത്? അത് പറയണത് തന്നെ വിഡ്ഢിത്തരാ. ഞങ്ങൾക്ക് എന്തുകൊണ്ട് രാത്രി ഇറങ്ങി നടന്നുകൂടാ? രാത്രി ഇറങ്ങി നടക്കാതിരിക്കന്നെ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. ഞങ്ങൾക്ക് അർദ്ധരാത്രിയും രാത്രി നടക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനമൊക്കെ ഉണ്ടായി ഇവിടെ, ഇല്ലേ? ഈയിടെ ഉണ്ടായത്, ഒരുപാട് മുമ്പില്ല. രാത്രി നടത്തൽ പ്രസ്ഥാനം ഞങ്ങൾക്ക് വേണം. നടക്കില്ല കൂട്ടരെ. ഏതോ നേതാവ് പറഞ്ഞു, സ്ത്രീകൾ ഉണ്ടാവുന്നിടത്തോളം സ്ത്രീ പീഡനം ഉണ്ടാവും. ലോകത്തിന് തിന്മ മുഴുവൻ നീക്കം ചെയ്യാൻ ഏത് രാജാവിനാ സാധിക്കുക? ഏത് നിയമത്തിനാ സാധിക്കുക? എന്നാൽ നോക്കട്ടെ. പറ്റില്ല. അത് അവിടെ സ്ത്രീകൾ സൂക്ഷിക്കുക, അത്ര തന്നെ പറ്റൂ. അല്ലാണ്ട് ഒരു വഴിയില്ല. രാത്രി നടന്നിട്ട് ഞങ്ങൾക്ക് സാമൂഹ്യ ദ്രോഹം ഏൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് പരാതിപ്പെട്ട് കേസിൻ്റെ പിന്നാലെ പോണേക്കാളും നല്ലത് രാത്രി നടക്കാതിരിക്കുകയല്ലേ? ഒന്ന് ചോദിക്കട്ടെ. എന്താ പറയാൻ കാരണം വെച്ചാൽ ഭഗവാന്റെ സ്ത്രീകൾക്കടക്കം അങ്ങനെ വന്നു എന്നാണ്. ഭഗവാന്റെ പത്നിമാരാണ്. ഭഗവാൻ പോയി, പക്ഷേ അർജുനനുണ്ട്. അർജുനൻ ചില്ലറക്കാരനൊന്നുമല്ല. കൃഷ്ണൻ്റെ അതേ പ്രഭാവമുണ്ട്. അവരെ രക്ഷിക്കാൻ അർജുനൻ ശ്രമിച്ചു. ആ അർജുനനെ പുല്ലുപോലെ തള്ളി കള്ളന്മാർ ഈ പത്നിയെ കൊണ്ടുപോയി, രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതും ജനമേജയൻ ദേവിഭാഗത്തിൽ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അർജുനൻ അവരെ രക്ഷിക്കാൻ കഴിയാഞ്ഞത്? അർജുനൻ്റെ ഭാഗത്ത് ശക്തിയുണ്ട്, ധർമ്മമുണ്ട്, രണ്ടും ഒത്തുകൂടി, എന്നിട്ടും കഴിഞ്ഞില്ലല്ലോ. അത് ലോക സ്വഭാവമാണ്, പ്രത്യേകിച്ചും കലിയുഗം. അപ്പോൾ സ്ത്രീകൾ എന്ത് വേണം? സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. പണ്ടങ്ങൾ അണിഞ്ഞിട്ട് പോവാണ്ടിരിക്കുക, രാത്രി നടക്കാതിരിക്കുക. ഇതിന് നടക്കാറാക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ലോകത്തിൽ പാമ്പുകൾ ഇല്ലാണ്ടാവണം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പാമ്പുകൾ ഉണ്ടാവേണ്ടതുണ്ടാവും, എന്നെ ചെയ്യും. നമ്മൾ സൂക്ഷിക്കേ വഴിയുള്ളൂ. ഏതായാലും മിഥോ യഥേഷാം ഭവിതാ വിവാദോ മാധ്യമതാ താമ്രവിലോചനാനാം നേഷാം വധോപായാനതോന്യോ മയ്യുദ്ധ്യത അന്തർദതേ സ്വയം സ്മ. എങ്ങനെയാണ് യാദവംശത്തെ നശിപ്പിച്ചത്? അതും ഇവിടെ വേണ്ട. ഞാൻ പോയാൽ യാദവംശം ഇവിടെ വേണ്ട. മത താമ്ര വിലോചനാനാം. താമ്രം ചെമ്പ്. ചെമ്പിൻ്റെ നിറമുള്ള കണ്ണോ ചുവന്ന കണ്ണെന്നർത്ഥം. എങ്ങനെ ചുവന്ന കണ്ണായി? മദ്യം കഴിച്ചിട്ടേ. അത് ചെന്നാൽ പിന്നെ കണ്ണ് ചുവക്കുമല്ലോ. മിഥോയദേശാം ഭവിതാ വിവാദോ. പരസ്പരം അങ്ങോട്ട് അന്യോന്യം കലഹണ്ടായി. ഇതകത്ത് ചെന്നാൽ പിന്നെ തമ്മിൽ തല്ലാണ്ടോ വല്ല പ്രയാസവും? അകത്ത് ചെന്നു, യാദവംശം പരസ്പരം തമ്മിൽ തല്ലി, ഒരു കാര്യമില്ലാത്ത കാര്യത്തെക്കുറിച്ച് വിവാദത്തിൽ ഏർപ്പെട്ടു. പണ്ടല്ലോ വിവാദങ്ങളിൽ ആവശ്യമുണ്ടോ ശരിക്ക്? ആ വിവാദങ്ങൾ കൊണ്ടുവന്നു, പരസ്പരം മത്സരിച്ചു. നേഷാം വധോപായ യാനതോന്യോ മയ്യുദ്ധതേ സ്വയം സ്മ. പരസ്പരം അടിച്ച് ഇല്ലാണ്ടായി യാദവംശം. താനോ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഒരു കാട്ടാളൻ്റെ അസ്ത്രം കൊണ്ട് ശരീരത്തെയും ഉപസംഹരിച്ചു. ബലരാമനും പോയി, കൃഷ്ണനും പോയി. എന്താ അർത്ഥം? ലോകത്തിലൊന്നും ശാശ്വതമല്ല. ഇന്നുണ്ടായത് നാളെ ഉണ്ടാവില്ല, മുമ്പേ ഉണ്ടായത് ഇന്നില്ല, നമ്മളും കുറെ കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവില്ല. ഒന്നും ലോകത്തിൽ ശാശ്വതമല്ല. ഭഗവാന്റെ വംശം അടക്കം അങ്ങനെയാണെങ്കിൽ പിന്നെയാണോ നമ്മളും നമ്മുടെ തറവാടും നമ്മൾ സമ്പാദിച്ച സാധനങ്ങളും നമ്മുടെ സ്വത്തും നിലനിൽക്കണം എന്ന് വിചാരിച്ച് എന്തൊക്കെ ശ്രമിക്കണു ചിലർ? ഒന്നും ലോകത്തിൽ ശാശ്വതമല്ല. അത് കാണിക്കാനാണ് ഈ യദുകുലനാശം. ഭഗവാന്റെ ആ വംശം നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറയണത്. പിന്നെ എന്തൊരു സൂത്രം ഭഗവാൻ പ്രയോഗിച്ചു? ബ്രാഹ്മണ ശാപം ഉണ്ടാക്കി. അതുകൊണ്ടേ അത് നശിപ്പിക്കാൻ പറ്റൂ. എന്നാൽ അതന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുമ്പൊലയ്ക്ക പ്രസവിക്കുമെന്ന് സ്ത്രീവേഷം കെട്ടിയ സാമ്പനെ ആ ഒരു അനുഭവം, ആ ഒരു സംഭവം ഉണ്ടാവുന്നത്. ആൺകുട്ടിയെ പ്രസവിക്കുമോ പെൺകുട്ടിയെ പ്രസവിക്കുമോ?
സാമ്പനാണാണ്, സ്ത്രീ വേഷം കെട്ടിച്ചിട്ടാണ് ചോദിച്ചത്. ആ ത്രികാലജ്ഞാനികളായിട്ടുള്ള മഹർഷിമാർ ശപിച്ചു, ഈ ഇരുമ്പോലയ്ക്ക് പ്രസവിക്കും, അതുകൊണ്ട് നിങ്ങളുടെ വംശം നശിക്കുകയും ചെയ്യും. ത്രികാലജ്ഞാനികളായ ഞങ്ങളെ കളിയാക്കണം. മഹർഷിമാർ കഴിഞ്ഞതും അറിയും, വരാൻ പോണതും അറിയും, ഇപ്പോൾ ഉള്ളതും അറിയും, അങ്ങനത്തെവരെ കളിയാക്കി. അങ്ങനെ ബ്രാഹ്മണ ശാപം കൊണ്ട് യാദവംശം നശിപ്പിക്കുകയും ചെയ്തു. കായേന വാചാ മനസേന്ദ്രിയർവാപ്ത്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.